ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്. കഫർനാം, ദ സിറ്റി ഓഫ് ജീസസ്. ഈശോയുടെ മിനിസ്ട്രി എല്ലാം ഈശോ നടത്തിയിരുന്നത് കഫർനാമിൽ നിന്നാണ്. ഈശോ വളരെ കാലം താമസിച്ചത് കഫർനാമിലാണ്. ഒത്തിരിയേറെ പഠിപ്പീരുകൾ ഈശോ നടത്തിയത് ഇവിടെ വെച്ചാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 12 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി അവിടുന്ന് കഫർനാമിൽ ചെന്നു പാർത്തു. നമ്മളീ കാണുന്നതെല്ലാം അന്നുണ്ടായിരുന്ന വീടുകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെ ഒക്കെ അവശിഷ്ടങ്ങളാണ്, ഒറിജിനൽ അവശിഷ്ടങ്ങൾ. 4 സുവിശേഷങ്ങളിലും കഫർനാമിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് 1-ലധികം തവണ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 21 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈശോ കഫർനാമിലെത്തി അവിടുത്തെ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചതായിട്ട് കാണുന്നു. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 38 മുതലുള്ള വചനങ്ങളിൽ അവൻ സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് ശിമയോൻ്റെ വീട്ടിലേക്ക് പോയി. ശിമയോൻ്റെ അമ്മായിയമ്മ കലശലായ പനി ബാധിച്ച് കിടപ്പായിരുന്നു. ശിമയോൻ പത്രോസിൻ്റെ വീട് ഇവിടെയായിരുന്നു. അത് നമ്മളിനിയിപ്പോൾ കാണും. പത്രോസിൻ്റെ അമ്മായിയമ്മയെ ഈശോ സുഖപ്പെടുത്തിയത് ഇവിടെ വച്ചാണ്. നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈശോ താമസിച്ച ആ സ്ഥലങ്ങളിൽ, കഫർനാമിൽ ഉണ്ടായിരുന്ന വീടുകളും വീട്ടുപകരണങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് മുമ്പ് പറഞ്ഞ കഫർനാമിൽ ഈശോ പഠിപ്പിച്ച ആ സിനഗോഗിലേക്കാണ്. ആ സിനഗോഗ് ഒക്കെ ഒത്തിരി കേടുപാടുകളൊക്കെ സംഭവിച്ചു പോയി. എന്നാൽ ഇപ്പോഴും നമുക്ക് അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അതുപോലെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 22 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ ഈശോ കഫർനാമിലെത്തി അവിടെ വെച്ച് ജനങ്ങളെ പഠിപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട പഠനങ്ങളിൽ ഒന്നായ ജീവൻ്റെ അപ്പം, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണെന്ന്, ആ പഠനങ്ങളൊക്കെ നടന്നത് ഇവിടെ വെച്ചാണ്. ഈ നമ്മളിപ്പോൾ കാണുന്നത് അന്ന് ഈശോ പഠിപ്പിച്ച സിനഗോഗാണ്. ഈ സിനഗോഗിലായിരുന്നു ഈശോ മിക്കപ്പോഴും വന്നിരുന്നതും ജനങ്ങളെ പഠിപ്പിച്ചതും. അതിൻ്റെ ശേഷിക്കുന്ന അവശിഷ്ടങ്ങളാണ് നമ്മൾ ആ ഉള്ളിൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വിശുദ്ധ പത്രോസിൻ്റെ മെമ്മോറിയൽ ചർച്ചാണ്. നമ്മൾ ആ ചർച്ചിലേക്ക് ഇപ്പോൾ പോവുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. നമ്മൾ ആ സ്റ്റേഴ്സ് കയറിയാണ് ആ ചർച്ചിലേക്ക് പോകുന്നത്. ഈ ചർച്ചിൻ്റെ അടിയിലാണ് പത്രോസിൻ്റെ വീട്. ഇപ്പോൾ നമ്മൾ ആ ചർച്ചിൻ്റെ ഉൾവശമാണ് കാണുന്നത്. വളരെ മനോഹരമായ ഒരു ചർച്ച്. അത് പത്രോസിൻ്റെ വീടിൻ്റെ മുകളിലായിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. അതിൻ്റെ മധ്യഭാഗത്തുകൂടി നമുക്ക് പത്രോസിൻ്റെ വീടിൻ്റെ ഉൾവശം ഗ്ലാസ്സിലൂടെ കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ ചേർച്ചിൻ്റെ ഔട്ട്സൈഡാണ്. അതിൻ്റെ അടിയിലായിട്ട് പത്രോസിൻ്റെ വീട്, നമുക്ക് ആ വീടിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് പത്രോസിൻ്റെ വീടാണ്. ആ വീടിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് പത്രോസിൻ്റെ വീടിൻ്റെ ഉൾവശമാണ്. ഇതെല്ലാം ആ ഒറിജിനൽ അവശിഷ്ടങ്ങളാണ്. പത്രോസിൻ്റെ വീടൊരു വലിയ വീടായിരുന്നിരിക്കണം. കാരണം കുറേ സ്ഥലം നമ്മൾ കാണുന്നുണ്ട് ഈ ചർച്ചിനടിയിൽ. തീർച്ചയായിട്ടും യേശുവും ശിഷ്യന്മാരും ഒക്കെ വന്ന് താമസിച്ചിരുന്ന വീടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ വീടായിരുന്നു. അതിൻ്റെ നല്ല
ഏരിയ ഉള്ള ഒരു വീടാണ്. അത് ആ വീടിൻ്റെ ഉൾവശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത, ദൈവം താമസിച്ച വീട്, ദൈവത്തിൻ്റെ കാൽപ്പാടുകൾ ഒത്തിരിയേറെ പതിഞ്ഞിട്ടുള്ള വീട്, ദൈവത്തിൻ്റെ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളൊരു വീട്. ഈ വീട്ടിൽ വെച്ചാണ് പത്രോസിൻ്റെ അമ്മായിയമ്മയെ ഈശോ സുഖപ്പെടുത്തിയത്. അങ്ങനെ ആ ചിന്തകളൊക്കെ മനസ്സിലേക്ക് വരുമ്പോൾ വലിയ ഒരു ദൈവ അനുഭവം, വലിയ ഒരു ദൈവിക ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളതൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലിത് നേരിൽ കാണുമ്പോൾ വലിയ ഒരു ദൈവിക ആനന്ദം അനുഭവിക്കുന്നുണ്ട്. പത്രോസിൻ്റെ അമ്മായിയമ്മ സുഖപ്പെട്ടതിന് ശേഷം ഈശോയും ശിഷ്യന്മാരെയും ശുശ്രൂഷിച്ചതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നു. ഇതെല്ലാം നടന്നത് ഇവിടെയാണ്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണിത്. ഈശോയുടെയും ശിഷ്യന്മാരുടെയും പാദസ്പർശം ഏറ്റ സ്ഥലം, അത് അതുപോലെ നിൽക്കുന്നത് കാണുമ്പോൾ ദൈവത്തിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു. അതുപോലെ ഒത്തിരിയേറെ ദൈവസ്നേഹത്തിൽ നിറയുന്ന അനുഭവം ഉണ്ടാകുന്നു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ദൈവാനുഭവവും ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.